നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ അത്യാവശ്യം നമ്മളോട് ചെയ്യരുതാത്ത ചില കാര്യങ്ങളുണ്ട്, ചില ഡു നോട്ട്സ് ഉണ്ട്. അത് നമ്മൾ ഏത് കണ്ടീഷനിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ എന്ത് തന്നെയാലും ശരി. കാരണം നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾ എപ്പോഴും സ്ഥിരമായിരിക്കണമെന്നില്ല. പെർമനൻസി എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിലില്ല. കാരണം ലൈഫ് വളരെ ഡൈനാമിക്കാണ്, വളരെ വോളറ്റൈലാണ്. കാരണം അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫിലുണ്ടാകാം, ഇല്ല ഏറ്റക്കുറച്ചിലുകൾ ലൈഫിലുണ്ടാകാം. ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ ഫൈനാൻഷ്യലായിട്ടും, പിന്നെ നമ്മുടെ ഹെൽത്ത്, ഇല്ലേ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ, റിലേഷൻഷിപ്സിൽ, അപ്പോൾ ഇതിനകത്തിലൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം, ചേഞ്ചസ് ഉണ്ടാകാം. ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നേർവരയിൽ പോകുന്നൊരു സാധനമല്ല, ലീനിയറായിട്ടാണ്. ആണോ? അല്ല, നോൺ ലീനിയറാണ്. കാരണം എപ്പോഴും നമ്മളൊരു ഗ്രാഫിങ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധനം അതുപോലെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗിവൺ ദാറ്റ് അങ്ങനെ ആയിരിക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തു തന്നെയാലും ശരി, നമ്മൾ എന്ന് പറയുന്ന, അതായത് നമ്മൾ വ്യക്തി, നമ്മൾ പേഴ്സണലി, നമ്മളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഡൂസും ഡു നോട്ട്സ് എന്നൊക്കെ പറയും. ഡൂസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ ഡു നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം മറ്റുള്ളവർ ആരൊക്കെ തന്നെ നമ്മളെ റിജക്റ്റ് ചെയ്താലും, ഒഴിവാക്കിയാലും, ഇഗ്നോർ ചെയ്താലും, അവോയ്ഡ് ചെയ്താലും നമ്മളെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നമ്മളെ സ്വയം റിജക്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മളെ ഒഴിവാക്കാൻ പാടില്ല. കാരണം എല്ലാ പ്രശ്നങ്ങളും, മനുഷ്യൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും നമ്മൾ സെൽഫായിട്ട് നമ്മളോട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ പ്രശ്നങ്ങളിലെല്ലാം തുടക്കവും തുടർച്ചയും പിന്നെ അതിൻ്റെ പരിണത ഫലങ്ങളും എല്ലാം തന്നെയാണ്. മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യരുതെന്നോ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. അത് അവരുടെ മനസ്സാക്ഷിയുടെ വിഷയമാണ്. നമ്മളത് ഇരിക്കുന്നതെങ്കിൽ നമ്മളത് വളരെ സൂയിസൈഡിലാണ്, ശരിക്കുന്നത് ആത്മഹത്യയിലാണ്. അതുകൊണ്ട് ഡോണ്ട് റിജക്റ്റ് അവർ സെൽസ്. നമ്മളെ റിജക്റ്റ് ചെയ്യലിരിക്കുന്നത്. മറ്റുള്ളവർ നമ്മളോട് ഏത് തരത്തിലുള്ള സമീപനം ആയിക്കോട്ടെ, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ട്, പിന്നെ അവർ നമ്മളെ വെൽക്കം ചെയ്യാതിരുന്നിട്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മളെ റിജക്റ്റ് ചെയ്യരുത് അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. ഒരു അവസ്ഥയിലും ഒരു സാഹചര്യത്തിലും നമ്മളെ റിജക്റ്റ് ചെയ്യരുത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് സീക്ക് വാലിഡേഷൻ ഫ്രം അതേഴ്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പിന്നെ ശ്രദ്ധിക്കണം, മറ്റുള്ളവരുടെ കെയർ നമുക്ക് ലഭിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എക്സ്പെക്റ്റേഷൻ നമുക്ക് പറയാം. മെറ്റീരിയലായിട്ടും ഭൗതികമായിട്ടും അല്ലാതെയുള്ള എക്സ്പെക്റ്റേഷൻസ് ഉള്ള മറ്റുള്ളവരിൽ നിന്ന്. അപ്പോൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് സീക്കിംഗ് വാലിഡേഷൻ, മറ്റുള്ളവർ നമ്മളെ വാലിഡേറ്റ് ചെയ്യണം, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം. എന്നുവെച്ചാൽ നമ്മളുടെ എക്സിസ്റ്റൻസ്, നമ്മളിവിടെ നിലനിൽക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ല ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്, പിന്നെ എന്നെ നോക്കുന്നുണ്ട്, അല്ല ഞാൻ ചെയ്യുന്നത് പറയുന്നത് മറ്റുള്ളവർ പിന്നെ എൻഡോസ് ചെയ്യണമെന്നല്ല, അതിന് അവർ എന്താണ് പറയുന്നത്, പിന്നെ അംഗീകരിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ നമ്മൾ വാശി പിടിക്കുന്നത്, അതും തീർച്ചയായിട്ടും സൂയിസൈഡിലാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നടക്കത്തില്ല. അവിടെ മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അപ്പം നമ്മളെ റിജക്റ്റ് ചെയ്യരുത്. സെൽഫ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ടോക്സിക്കാണ്. എപ്പോഴും ടോക്സിക് എന്ന് പറഞ്ഞാൽ അത് വളരെ പോയിസണസ് ആണ്. നമുക്ക് പിന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കത്തില്ല അത് ഉണ്ടാക്കി വെക്കുന്നത്, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും. അതുകൊണ്ട് സെൽഫ് റിജക്ഷന്, പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞാൽ സീക്കിംഗ് വാലിഡേഷൻ ഫ്രം അതേഴ്സ്, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കെയർ ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത്, അതും വളരെ മടയത്തരമാണെന്നുള്ളതാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഡോണ്ട് ഹെയ്റ്റ്. മറ്റുള്ളവർ നമ്മളെ ഹെയ്റ്റ് ചെയ്താൽ നമ്മളെ എന്താണ് പറയുന്നത്, വെറുക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുക, ഇതൊക്കെ മറ്റുള്ളവർ നമ്മളോട് ഈ ഒരു സമീപനമാണെങ്കിൽ തന്നെയും നമ്മളെ ഹേറ്റ് ചെയ്യാതിരിക്കുക. സെൽഫ് ഹേറ്റഡ് എന്ന് പറയും. സ്വയം നമ്മളെ പിന്നെ എന്താണ് പറയുന്നത്, വെറുക്കാതിരിക്കുക. കാരണം മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇതുപോലുള്ള കാരണങ്ങളിൽ തന്നെയാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്നത്. നമ്മളുടെ സ്വസ്ഥതകൾ നഷ്ടപ്പെടുന്നത്, നമ്മളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നതൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവണത നമ്മളിൽ ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ ഹേറ്റ് ചെയ്യാതിരിക്കുക. സെൽഫ് ലവ്,
സ്വയം നമ്മളെ സ്നേഹിക്കുക. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യുന്ന നമ്മുടെ വിഷയമാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കുക. സ്വയം നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ അത്യാഗ്രഹിയാകുക എന്നുള്ളതല്ല, സെൽഫിഷ് ആകുക എന്നുള്ളതല്ല. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പരിഗണിക്കാതെ നമ്മൾ നമ്മളുടെ മാത്രം പിന്നെ എന്താണ് പറയുന്നത്, ആ ഒരു നെഗറ്റീവായിട്ടുള്ള സൈഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മളെ സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരിഗണിക്കുക. നമ്മൾ സ്വയം നമ്മളെ പരിഗണിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്നെ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചും മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുമെന്ന് പ്രതീക്ഷിച്ചൊക്കെ ജീവിക്കുന്ന അങ്ങനെ അതിന് പകരം നമ്മളെ സെൽഫ് ലവ് ചെയ്യുക. കാരണം നമ്മളെന്ന് പറയുന്ന വ്യക്തിയാണ് പ്രാഥമികമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നമ്മളെ ത്യജിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ സേവ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും കഴിയില്ല. ബിക്കോസ് നമ്മൾക്ക് നമ്മളെ തന്നെ സേവിയർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരില്ലേ, രക്ഷിക്കുന്ന ആൾ, അത് നമ്മൾ തന്നെ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ. എല്ലാ കണ്ടീഷനിലും എല്ലാ അവസ്ഥയിലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചോ, പ്രത്യേകിച്ച് നമ്മളുമായിട്ട് ബന്ധങ്ങൾ കുറവുള്ള, ഇപ്പം നമുക്ക് ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ട്, അത് നമുക്ക് ഓക്കെ, അത് എന്താണ് പറയുന്നത്, അത് പോസിബിൾ ആണെങ്കിൽ ആ ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് നിൽക്കാം. അതിനപ്പുറത്ത് നമ്മൾ ആ ഒരു ലിമിറ്റ് വിട്ടിട്ട് പിന്നീട് ബാക്കിയുള്ള മനുഷ്യരെ നമ്മൾ ആശ്രയിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അത് ഫൂളിഷ്നെസ്സാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ, മനസ്സിലായില്ല. കാരണം മറ്റുള്ളവർ നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ആര് തന്നെയായാലും ശരി, മറ്റുള്ളവർ ഈ ഭൂമിയിലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മളെ സ്വയം സേവ് ചെയ്യുക, നമ്മളെ സ്വയം സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സ്വയം സ്നേഹിക്കുക, നമ്മളെ ഹേറ്റ് ചെയ്യാതിരിക്കുക, പിന്നെ നമ്മളെ റിജക്റ്റ് ചെയ്യാതിരിക്കുക, നമ്മളെ അവോയ്ഡ് ചെയ്യാതിരിക്കുക, സ്വയം മനസ്സിലായില്ല, നമ്മളെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഒന്നപ്പം ഡോണ്ട് റിജക്റ്റ് യുവർ സെൽഫ്, പിന്നെ ഡോണ്ട് സീക്ക് വാലിഡേഷൻ ഫ്രം അതേഴ്സ്, ലവ് യുവർ സെൽഫ്, അല്ലെങ്കിൽ ഡോണ്ട് ഹേറ്റ് യുവർ സെൽഫ്. സെൽഫ് ഹേറ്റഡ് പാടില്ല, സെൽഫ് ലവ് ആണ് നല്ലത്. പിന്നെ സെൽഫ് ലവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് തുല്യമാണ്, മനസ്സിലായി. അപ്പോൾ ഈ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ആൾക്കാർ നമ്മൾ പൊതുവേ കാണുമ്പോൾ അവർക്കൊന്നും ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഇല്ല. ദേ ആർ റിജക്റ്റിംഗ് ദംസെൽസ്. എന്നിട്ട് മറ്റുള്ളവരുടെ പിന്നെ ജീവിതത്തിലേക്ക് ഇടങ്ങളിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നു പല പ്രതീക്ഷകളിലും. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അതൊന്നും ഫലവത്താകത്തില്ല എന്നുള്ളത്. ചിലപ്പോൾ തൽക്കാലം നമുക്ക് എന്തെങ്കിലും തൽക്കാലം നമുക്ക് സുഖമോ സന്തോഷമൊക്കെ തന്നേക്കും. പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കി വെക്കും. ബന്ധങ്ങൾ സ്പോയിലാകാനുള്ള കാരണമാകും, മനസ്സിലായല്ലോ. നമുക്ക് പീസ് ഓഫ് മൈൻഡ്, മനസ്സമാനം നമുക്ക് നഷ്ടപ്പെടാം. പിന്നെ നമുക്ക് ധനനഷ്ടം ഉണ്ടാകാം, മാനഹാനി ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ സ്പേസ്, നമ്മുടെ ഇൻഡിവിജ്വൽ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ സ്പേസിനെ മാത്രം നമ്മളെ ഒതുക്കി നിർത്തുക. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മളെ പരിഗണിക്കാതെ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ സ്വയം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാതെ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ വളരെ വിഡ്ഢിത്തരം അല്ലെങ്കിൽ വിഡ്ഢികളുടെ വേഷം കെട്ടൽ മാത്രമായി തീരുന്നൊരു പ്രവണത അല്ലെങ്കിൽ എന്താണ് ഒരു പ്രക്രിയയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിനെയും നമ്മുടെ ഡിഗ്നിറ്റിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. മറ്റുള്ളവരിൽ നിന്നും അമിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മുടെ ഡ്യൂട്ടി എന്താണോ നമുക്കത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയും അല്ലെങ്കിൽ അവർ നമുക്ക് ഇന്നത് ചെയ്തു തരും, മനസ്സിലായല്ലോ, നമ്മളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന ഒട്ടനവധി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അതിനാണല്ലോ അവർ ഈ പറഞ്ഞ ബന്ധങ്ങൾ കൂടാൻ പോകുന്നതും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ. അതൊന്നും ലോങ് ടേമിൽ അത്ര പരിഗണിക്കാവുന്ന തരത്തിലുള്ള വിഷയങ്ങളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെയും നമ്മുടെ ഡിഗ്നിറ്റിയെയും സാക്രിഫൈസ് ചെയ്യാതെ അങ്ങനെ നമുക്ക് പോകാനും സാധിക്കത്തില്ല. അപ്പോൾ പരമപ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്യാതിരിക്കുക ആസ് ആൻ ഇൻഡിവിജ്വൽ. കാരണം നമ്മുടെ ലൈഫ് നമ്മുടെ സ്ട്രിക്ട്ലി പേഴ്സണലാണ്. ആ ലൈഫിനെ നമ്മൾ മാനിച്ചില്ലെങ്കിൽ, എല്ലാ തലത്തിലും ആ ലൈഫിനെ നമ്മൾ മാനിച്ചില്ലെങ്കിൽ മറ്റാർക്കും അതിനെ മാനിക്കാൻ സാധിക്കത്തില്ല. അപ്പം നമുക്ക് നമ്മളോട് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതേഴ്സ് വിൽ റിജക്റ്റ് അസ്. മറ്റുള്ളവർ നമ്മളെ റിജക്റ്റ് ചെയ്യും. ഇഫ് വി ആർ നോട്ട് ലവിങ് അവർ സെൽസ്
നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതേഴ്സ് കനോട്ട് ലവ് us. ഇനി അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും ശരിക്കും പറഞ്ഞത്. ദാറ്റ് കനോട്ട് ബി റിയൽ, ദാറ്റ് കനോട്ട് ബി ട്രൂ. മനസ്സിലായില്ല? അപ്പോൾ ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഫോക്കസ്ഡ് ആണ് എപ്പോഴും നമ്മുടെ ലൈഫിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ബേസിക് പ്രിൻസിപ്പിളിനെ നമ്മൾ വയലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എപ്പോഴും പറയാറുള്ളത് പോലെ കോംപ്ലക്സിറ്റീസ് ഉണ്ടാകത്തില്ല, സങ്കീർണതകൾ ഉണ്ടാകത്തില്ല, പ്രശ്നങ്ങളുണ്ടാകാൻ ജീവിതത്തിൽ. കാരണം നമ്മുടെ ലൈഫ് എപ്പോഴും എന്താ പറയുന്നത്, ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം അത് നമുക്കൊരിക്കലും, കാരണം നമ്മൾ ജീവിക്കുന്ന എൻവയൺമെൻറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയില്ല. നമ്മുടെ എൻവയൺമെൻറ്റ്, നമുക്ക് ചുറ്റിനുള്ള ഇക്കോസിസ്റ്റം, പരിസ്ഥിതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്ട്രഗിൾ ചെയ്തതിന് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഇല്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ജീവിതത്തിലെ സങ്കീർണതകൾ, അഥവാ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങൾ സങ്കീർണതകളായി മാറുന്നതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇതുപോലുള്ള ബേസിക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്കതിനെ കോംപ്ലക്സിറ്റീസ്, സങ്കീർണതകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ടോട്ടലി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസാണ്, പ്രശ്നങ്ങളാണ്, ഇഷ്യൂസാണ്. അതിനെ നമുക്ക് ഒരു ഇഫക്റ്റീവായിട്ട്, എഫിഷ്യൻ്റായിട്ട് നമുക്കതിനെ മാനേജ് ചെയ്യാൻ ഈ പറഞ്ഞ ബേസിക് പ്രിൻസിപ്പിൾസിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയും അത് പ്രായോഗികമാക്കി ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയത്തില്ല. സോ ഡോണ്ട് റിജക്റ്റ് യുവർ സെൽഫ്. ആരും തന്നെ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ട്, ഈ ലോകത്തിലെ മൊത്തം ആൾക്കാർ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ട്, പക്ഷേ നിങ്ങൾ സ്വയം നിങ്ങൾ റിജക്റ്റ് ചെയ്യരുത്, സ്വയം അവോയ്ഡ് ചെയ്യരുത്, ഒഴിവാക്കരുത്, സ്വയം നിങ്ങളെ ഇഗ്നോർ ചെയ്യരുത്, പരിഗണിക്കാതിരിക്കരുത്. പിന്നെ ഡോണ്ട് സീക്ക് വാലിഡേഷൻ ഫ്രം അതേഴ്സ്. മറ്റുള്ളവരുടെ ബഹുമാനവും ആദരവും ഇഷ്ടവും പ്രീതിയും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ജീവിതം ആരംഭിക്കരുത്. വാലിഡേറ്റ് യുവർ സെൽഫ്, അല്ലെങ്കിൽ വാലിഡേറ്റ് അവർ സെൽഫ്. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക. റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അതുപോലെ ആയിരിക്കണം, മനസ്സിലായില്ലോ? കാരണം ഒരു സെൽഫ് റെസ്പെക്റ്റുള്ള വ്യക്തിയുടെ പ്രവൃത്തികൾ അതേ രീതിയിലായിരിക്കും. പിന്നെ ഡോണ്ട് ഹേറ്റ് യുവർ സെൽഫ്. നമ്മളെ സ്വയം നമ്മൾ ഹേറ്റ് ചെയ്യരുത്. കാരണം നമ്മളെ ഹേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തികളും അതേ രീതിയിലായി പോകുന്നത്. നമുക്ക് പൊതുവെ കാണാൻ പറ്റുന്ന സെൽഫ് ലവ് ഇല്ലാത്ത വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത. അപ്പോൾ നമ്മളെ ലവ് യുവർ സെൽഫ്, അല്ലെങ്കിൽ ലവ് അവർ സെൽഫ്. നമ്മളെ സ്നേഹിക്കുക, നമ്മളെ ഇഷ്ടപ്പെടുക. നമുക്ക് ഒത്തിരി, ഒരു മനുഷ്യൻ്റെ നമുക്ക് ഒത്തിരി കുറ്റങ്ങളല്ല, ഒത്തിരി പരിമിതികളും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. കാരണം മനുഷ്യന് പരിമിതികൾ മാത്രമേ ഉള്ളൂ, കുറവുകൾ മാത്രമേ ഉള്ളൂ. കാരണം ആ കുറവുകളെ നമ്മൾ അതിജീവിച്ചാണ് നമ്മൾ ജീവിതം മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ആ കുറവുകളെ നമ്മൾ വീണ്ടും വൾഗറൈസ് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ, അതായത് നമുക്കുള്ള പരിമിതികളും കുറവുകളും നമ്മൾ വീണ്ടും വൾഗറൈസ് ചെയ്യുകയാണെങ്കിൽ, അവിടെയാണ് മനുഷ്യനിൽ കാണുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ നമ്മൾ കാണും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ. ഇന്ന വ്യക്തി ഇന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആ രീതിയിലാണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഈ പറഞ്ഞ നമ്മളിൽ ഓൾറെഡി ഉള്ള കുറവുകൾ, ഓക്കെ ഫൈൻ, എല്ലാവർക്കും കുറവുകളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷേ ആ കുറവുകളെ നമ്മൾ പിന്നെ ഒരു ബോധവുമില്ലാതെ വീണ്ടും അതിനെ വൾഗറൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും ഒരു എന്താണ് കൂടുതൽ അതിനെ സങ്കീർണമാക്കുമ്പോഴാണ് നമുക്കതിനെ ഒരു ക്വസ്റ്റ്യനബിളായിട്ടുള്ളൊരു വിഷയമായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളെന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും ശ്രദ്ധ ചെലുത്തേണ്ട, ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളിലാണ്, മറ്റുള്ളവരിലല്ല. അപ്പോൾ നമ്മളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ചില സമയത്ത് ചില ഇമോഷണൽ ഔട്ട് ബേഴ്സ് ഒക്കെ ഉണ്ടാകില്ലെന്ന് പറയുന്നില്ല. അതാ ഞാൻ പറയുന്നത്, നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് പരിമിതികളുണ്ട്. പക്ഷേ എന്നാലും തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കി അതിനെ തിരുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡിഗ്നിറ്റി, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഡിഗ്നിറ്റി നമുക്ക് ഉയർത്താൻ സാധിക്കുന്നത്. നമ്മൾ തെറ്റുകളുണ്ടാകാം തീർച്ചയായിട്ടും, പക്ഷേ ആ തെറ്റുകളെ നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കി അതിനെ നമ്മുടെ ലൈഫിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഡിഗ്നിറ്റിയുടെയും ഒരു വിഷയമാണ്. സെൽഫ് റെസ്പെക്റ്റും ഡിഗ്നിറ്റി ഇല്ലാത്തവർക്ക് അവർ ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കത്തില്ല, പിന്നല്ല അതിനെ തിരുത്താൻ കഴിയുന്നുണ്ട്. കാരണം ജീവിതത്തിലുടനീളമായിട്ട് തെറ്റുകളുടെ മാത്രം വഴിയിൽ യാത്ര ചെയ്യുന്ന വ്യക്തികളെ നമുക്കറിയാൻ സാധിക്കും. അവർക്ക് തിരിച്ചറിയാനുള്ള ബോധം ഇല്ല. ആ ബോധമില്ലാത്തവർക്ക് സെൽഫ് റെസ്പെക്റ്റ്, ആത്മാഭിമാനം എന്ന് പറയുന്ന ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തിനായാലും ശരി, നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ബേസിക് പ്രിൻസിപ്പിളായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക, അത് പ്രാവർത്തികമാക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും നമ്മൾ വി ഡോണ്ട് വെയിറ്റ് ഫോർ അതേഴ്സ്, വി ഡോണ്ട് എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി
വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഡോണ്ട് എക്സ്പെക്ട് ദറ്റ് അതേഴ്സ് കം ആൻഡ് സേവ് യു, അതേഴ്സ് കം ആൻഡ് പ്രൊട്ടക്റ്റ് യു, അതേഴ്സ് കം ആൻഡ് ബിക്കം യുവർ സേവിയർ. നിങ്ങളുടെ സേവിയർ ഇപ്പം യേശു കർത്താവിനെ പോലെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ പോലെ നമ്മുടെ സേവിയേഴ്സ് ആകാൻ വേണ്ടി നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കുന്ന പറഞ്ഞാൽ യു ആർ നത്തിങ് ബട്ട് എൻ ഇഡിയറ്റ്. അങ്ങനെയുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, പ്രതീക്ഷ ഉണ്ടെങ്കിൽ, അപ്പോൾ പ്രതീക്ഷകൾ നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കുക. മനസ്സിലായല്ലോ? നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കുക, നമ്മളിൽ വിശ്വാസം അർപ്പിക്കുക, നമ്മളെ റിജക്റ്റ് ചെയ്യാതിരിക്കുക, നമ്മളെ ഹേറ്റ് ചെയ്യാതിരിക്കുക, നമ്മളെ സ്വയം നമ്മൾ ശപിക്കാതിരിക്കുക, പിന്നെ സ്വയം വെറുക്കാതിരിക്കുക, നമ്മളെ ലവ് ചെയ്യുക, നമ്മളെ ഇഷ്ടപ്പെടുക. നമുക്ക് എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകളെ നമ്മൾ വീണ്ടും മറന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റുകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുക നമ്മുടെ വിഷയം ആയിരിക്കരുത്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുകയോ ചീത്ത പറയുകയോ നമ്മുടെ വിഷയമായിരിക്കരുത്. മറ്റുള്ളവരുടെ വാലിഡേഷൻ, മറ്റുള്ളവർ നമ്മളെ എൻഡോസ് ചെയ്യണം. ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ടല്ലേ, എൻഡോസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വി എൻഡോസ് അവർ സെൽസ്. അതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിരുന്നു വേണമെങ്കിൽ നമ്മുടെ ജീവിത പ്രവൃത്തികൾ അതേ രീതിയിലാകണം എന്നുള്ളൊരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ ബേസിക് ക്വാളിറ്റീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അൺഇൻവൈറ്റഡ് ഗസ്റ്റാണ്, ഇല്ല നമ്മൾ ക്ഷണിക്കപ്പെടാതെ വരുന്ന ഗസ്റ്റുകളാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൻ്റെ എന്താണ് പറയുന്നത് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബേസിക് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിലും സങ്കീർണതകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സൈഡ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ സങ്കീർണതകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. സങ്കീർണതകൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഈ ബേസിക് പ്രിൻസിപ്പിൾസിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെ നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അല്ല മറ്റൊന്നുമല്ല. അതിനുശേഷം മാത്രമേ ഉള്ളൂ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങൾക്കുള്ള പ്രയോറിറ്റിയും പ്രിഫറൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോ കാണാം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.